കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പച്ചക്കറി ചെടികൾക്കും അതുപോലെ തന്നെ പൂന്തോട്ടത്തിലെ ചെടികൾക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കീടനാശിനി തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ഒരു തണ്ടാണ്. നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പച്ചമുളക് ചെടിയെയും തക്കാളി ചെടിയെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും, അതിൽ പ്രധാനമായും മണ്ണിലൂടെ വരുന്ന ഫംഗസ് രോഗങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്ത വളമായും കീടനാശിനിയായും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കറ്റാർ വാഴ തണ്ട് കൊണ്ടുള്ള ഈ ഒരു ഒറ്റമൂലി. ഇതുകൂടാതെ പച്ചക്കറി ചെടികളുടെ വളർച്ച താഴ്ച വളരാനും അതുപോലെ നിറയെ പൂവിടാൻ ഇത് സഹായകമാണ്. കറ്റാർ വാഴ തണ്ടിലെ ജെല്ല് ചെടികൾക്ക് പോഷകങ്ങൾ നൽകാനും രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. കറ്റാർ വാഴ തണ്ട് വെള്ളത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് വേർതിരിച്ചെടുത്ത് വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതോടൊപ്പം മറ്റ് ജൈവവളങ്ങൾ ചേർത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം വരാറില്ല എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു ജൈവ കീടനാശിനി കൊണ്ട് കീടങ്ങളെ കൊല്ലാനൊന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല. എന്നാലും നമ്മുടെ തോട്ടത്തിൽ നിന്നും കീടങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കും എന്നത് ഉറപ്പാണ്. ഇനി കീടനാശിനി തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് കറ്റാർ വാഴയുടെ നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ് വേണ്ടത്. നിങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ വിളകളുടെ എണ്ണം അനുസരിച്ച് 2 or 3 ഒക്കെ കറ്റാർ വാഴ തണ്ട് എടുത്തോളൂ. ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു വലിയ തണ്ട് കൊണ്ടുള്ള വളമാണ്. ആദ്യം തന്നെ കറ്റാർ വാഴ തണ്ട് ഒന്ന് ചെറുതായി ഒന്ന് അരിഞ്ഞിടണം. കറ്റാർ വാഴ തണ്ടിൽ പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, വിറ്റാമിൻ എ, വിറ്റാമിൻ B2, വിറ്റാമിൻ B6 അങ്ങനെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കറ്റാർ വാഴയുടെ തണ്ട് ചെറുതായി അരിഞ്ഞതിന് ശേഷം മറ്റൊരു പാത്രം എടുക്കുന്ന പാത്രം മൂടിയുള്ള പാത്രമായിരിക്കാൻ ശ്രദ്ധിക്കണം. ആ പാത്രത്തിലേക്ക് 1.5 ലിറ്റർ വെള്ളം, ക്ലോറിൻ അടങ്ങാത്ത വെള്ളം എടുക്കണം. എന്നിട്ട് അരിഞ്ഞു വെച്ച കറ്റാർ വാഴ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് നല്ല പോലെ ഒന്ന് ഞരടി പിഴിഞ്ഞ് കൊടുക്കണം. എന്നിട്ട് ഒരു 6 ദിവസം ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കണം. സൂര്യപ്രകാശം അധികം തട്ടാത്ത സ്ഥലത്ത് വേണം മാറ്റി വെക്കാനായിട്ട്. അങ്ങനെ ഇതിപ്പോൾ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസമായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. കറ്റാർ വാഴയുടെ ജെല്ല് മിക്കവാറും വെള്ളത്തിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട്. കൈകൊണ്ട് ഒരിക്കൽ കൂടി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് ജെല്ല് മുഴുവനായും വെള്ളത്തിലേക്ക് വരുന്ന പോലെ ഞെരടി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് വീണ്ടും 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി നേർപ്പിച്ചെടുക്കുക. ഇനി ഇത് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ ചെറിയ പാത്രം അളവിൽ പച്ചമുളകിനും, കാബേജിനും, കോളിഫ്ലവറിനും, പൂന്തോട്ടത്തിലെ ചെടികൾക്കും, തക്കാളിക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു സ്പ്രെയർ ബോട്ടിലേക്ക് ഒഴിച്ച് വെള്ളീച്ച, കുരുടിപ്പ്, തക്കാളിയിലെ ചിത്രകീട രോഗം ഇവക്കൊക്കെ ചെടിയുടെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്പ്രെയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം മാത്രം സ്പ്രെയറിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. തുടക്കത്തിൽ ആഴ്ചയിൽ 1 തവണ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് കീടനാശിനികൾ തളിച്ചിട്ടും മാറ്റമില്ലാതെ നിൽക്കുന്ന ചെടികൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്കൂ. രോഗബാധ മാറി ചെടി നല്ല ജീവനുള്ള ചെടിയായി മാറുന്നത് കാണാം. അപ്പോൾ വീഡിയോ ഉപകാരപ്രദം എന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.